Hi guys, it's my sister. You watching my YouTube channel. ഇന്ന് ഞാൻ ഒരു ടെക് ടിപ്പ് പറഞ്ഞു തരാൻ പോവാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ചോദിക്കുക കുറച്ച് ഫോട്ടോ ഷെയർ ചെയ്ത് കൊടുക്കാൻ. സോ വിത്തൗട്ട് യൂസിങ് മച്ച് ഡേറ്റ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ ഷെയർ ചെയ്യാൻ പറ്റും? മീൻസ് ആക്ച്വലി ആ ഫോട്ടോസ് അല്ലാതെ ലൈക്ക് ഒരു 10+ ഫോട്ടോസ് നിങ്ങളുടെ കാണും, അത് നിങ്ങൾക്ക് മൊത്തത്തിൽ ഷെയർ ചെയ്ത് കൊടുക്കണം. സോ അത്രയും ഫോട്ടോസ് മനസ്സിലായില്ല, ആ ആക്ച്വലായിട്ട് ആ ഫോട്ടോസിനെ സെൻഡ് ചെയ്യാതെ എങ്ങനെ ഷെയർ ചെയ്യാം, ലൈക്ക് വിത്ത് എ ലിങ്ക്. സോ ഫസ്റ്റ് ഓഫ് ഓൾ യു മസ്റ്റ് യൂസ് ഗൂഗിൾ ഫോട്ടോസ്. ആദ്യം നിങ്ങൾക്ക് ക്ലൗഡ് സ്റ്റോറേജ് തുടങ്ങും. കാരണം ഞാനിത് ഈയിടയ്ക്കാണ് അതൊന്ന് കണ്ടുപിടിച്ചത്. കാരണം ഇത് നേരത്തെ തൊട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ്, പക്ഷേ ഈയിടയ്ക്കാണ് ഞാൻ ഇതിനെ ശരിക്കും യൂസ്ഫുള്ളായിട്ട് കണ്ടുപിടിച്ചത്. സോ ഞാനൊന്ന് ഷെയർ ചെയ്യാൻ നോർത്തു. സോ നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ക്ലൗഡ് സ്റ്റോറേജിങ് തുടങ്ങണം. ക്ലൗഡ് സ്റ്റോറേജ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡേറ്റ ഉള്ള സമയത്തോ അല്ലെങ്കിൽ നൈറ്റ് ടൈമിൽ കുറച്ച് ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഗൂഗിൾ ഫോട്ടോസിൽ അപ്ലോഡ് ചെയ്ത് വെക്കണം. സോ യൂസ്ഫുൾ എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ മെമ്മറി കാർഡ് ലോസ്റ്റ് ആയി പോയി കഴിഞ്ഞാൽ തന്നെ ഫോട്ടോസ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം മെമ്മറി കാർഡ് ഇവിടെ പോയി. പക്ഷേ ക്ലൗഡ് സ്റ്റോറേജ് ആണെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വെച്ച് അത് അവിടെ തന്നെ ഇരുന്നോളും. സോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മൊബൈൽ ഇപ്പോൾ കളഞ്ഞു പോവുക, നിങ്ങളുടെ ഫോട്ടോസിനൊന്നും പറ്റത്തില്ല, അതെല്ലാം ഓൺലൈനിൽ തന്നെ കടന്നോളും. ഐ മീൻ സെക്യൂർ ആയിട്ട്, ലീക്കൊന്നും ആകാതെ. സോ ക്ലൗഡ് സ്റ്റോറേജ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് വേണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഗൂഗിൾ ഫോട്ടോസ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഞാൻ ഓൾറെഡി ബാക്കപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പിക്സ് ആണ്, ഈ വാൾപേപ്പേഴ്സ് എല്ലാം. സോ ഇതിപ്പം ഓൺലൈനിൽ കിടക്കും. ഇതിവിടെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. ഓക്കെ, സോ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ സെലക്ട് ചെയ്യുക. ലോങ് പ്രസ് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാം. ടാപ്പ് ചെയ്തു. നമുക്ക് വേണ്ടത്ര ഇപ്പോൾ കണ്ടില്ലേ 20 ഫോട്ടോ സെലക്റ്റഡ് ആയി. ഇതെന്നിട്ട് മണ്ടയ്ക്ക് മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഷെയർ ബട്ടൺ ഉണ്ട്. ആ ഷെയർ ബട്ടനെ നമുക്ക് ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്ത് നമുക്ക് ഫസ്റ്റ് ആദ്യം കാണിക്കും കുറേ കോൺടാക്ട്സിലുള്ള ആൾക്കാർ, പിന്നെ ഏറ്റവും അടിയിലായിട്ട് കാണിക്കും ക്രിയേറ്റ് ലിങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ക്രിയേറ്റ് ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് തരും. നമ്മൾ സെലക്ട് ചെയ്ത അത്രയും ഫോട്ടോസ് വെച്ച് മാത്രം ഒരു ലിങ്ക്. എന്നിട്ട് ഇവിടെ ഒരു ബട്ടണും കൂടെ ഉണ്ട്, ലെറ്റ് അതേഴ്സ് ആഡ് ദെയർ ഫോട്ടോസ്. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സ്വന്തമായിട്ടുള്ള ഫോട്ടോസ് ആഡ് ചെയ്യാം. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഷെയർ ചെയ്യുന്ന ഫോട്ടോസ് മാത്രം അവർക്ക് കിട്ടുന്ന രീതിയിൽ ആക്കാം. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ അങ്ങനെ വാട്സപ്പിലോ മെസ്സഞ്ചറിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് താഴെ നിന്ന് ഷെയർ ചെയ്യാൻ പറ്റും. സോ ഇത് ഇത്രയേ ഉള്ളൂ ഗായ്സ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അഥവാ ഇനി ഇതുപോലെയുള്ള കുറച്ച് ടെക് വീഡിയോസ് വേണമെങ്കിൽ, ഇനി പുതിയ ടിപ്സ്, ട്രിക്സ്, പിന്നെ കുറച്ച് നോളജ് ആയിട്ടുള്ള ടെക് വീഡിയോസ് ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. സോ ബൈ ബൈ.